ഫാമിലിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് കുറച്ച് മുളകിൻ്റെ വിളവെടുപ്പാണ്. അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതി. ഇങ്ങനത്തെ മുളക് നിങ്ങളുടെ ആരുടെയും വീട്ടിൽ കാണും. ഇല്ലാത്തവർക്ക് ഞാൻ അടുത്തൊക്കെ ഉള്ളവർക്ക് വിത്ത് തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ കൊണ്ടിട്ട് കിളിർപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് മുളക് കായ്ക്കുന്നുണ്ടോ എന്ന് എന്നോടൊന്ന് എൻ്റെ വീഡിയോസിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നല്ല എരിവുണ്ട്, അതുകൊണ്ട് 1-2 എണ്ണമൊക്കെ കറിക്ക് നമുക്ക് അരച്ചാൽ മതി. ഇതിപ്പം കുറേ നിൽപ്പുണ്ട്. ഈ മുളക് ഇങ്ങനെയാണ്, കുറേ കായ്ക്കും. കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇത് വെള്ളക്കാന്താരിയാണെന്ന്. പക്ഷേ വെള്ളക്കാന്താരിയല്ല, കുറേ അധികം നിൽപ്പുണ്ട് ഇവിടെ നമുക്ക്. അപ്പം ഞാൻ ഓർത്തത് പറിച്ചിട്ട്, നമ്മളിവിടെ സാധാരണ ഈ മുളക് എടുക്കാറില്ല, ആർക്കെങ്കിലും ചോദിക്കുന്നവർക്ക് കൊടുക്കുവാണ് പതിവ്. ഇതിന് ഭയങ്കര എരിവ് കൂടുതലാണ്. അപ്പോൾ പിള്ളേരൊന്നും എരിവൊന്നും കൂട്ടാത്തതുകൊണ്ട് ഈ ചീനി തന്നെ നമുക്കിവിടെ നിൽപ്പുണ്ടേ. അതിൻ്റെ വിത്തായത് കണ്ടോ, ഇത് വിത്താണ്. ഇത് വിത്തിന് നമുക്കിട്ടതാണ് കുറച്ച്. അപ്പോൾ അത് നമ്മൾ കുറച്ച് വിത്തിനിട്ടായിരുന്നേ. അപ്പോൾ ഇത്രയും മുളക് കിട്ടിയിട്ടുണ്ട് ആ ഒരു ചെറിയ ചീനിയിൽ നിന്ന്. ഇനി നമുക്ക് ഈ മുളകും കൂടെ അങ്ങ് പറിച്ചെടുക്കാം. ഇതും കുറച്ച് വിത്തിന് വിട്ടിട്ടുണ്ട്. അല്ലാതെ ഈ മുളകിൻ്റെ കളറെന്ന് നമ്മൾ പറയുവാണെങ്കിൽ വയലറ്റ് കളറാണ്. ഇതിപ്പം റെഡ് കളർ വന്നത് വിത്താണ്. ചോദിക്കുന്നവർക്ക് നമുക്ക് വിത്ത് കൊടുക്കാമല്ലോ. അപ്പം ഇതാണ് വയലറ്റ്. ഈ വയലറ്റ് നമുക്ക് തോരൻ വെക്കാൻ പറ്റുമേ. സബോളയും കുറേയേറെ ഇട്ടിട്ട് നമുക്ക് തോരൻ വെക്കാൻ പറ്റും. ഇനി മുളകുണ്ട്, നമുക്കതും കൂടെ പറിച്ചെടുക്കാം. ഇനിയുള്ളതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ അമേരിക്കൻ മുളകാണേ. അതിനകത്തും കുറച്ചധികം നിപ്പുണ്ട്. അപ്പോൾ അതും വിത്തിന് കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് വിത്തിട്ടിട്ട് കൊടുക്കാമല്ലോ. നമ്മളിവിടെ മാത്രം കായ്ച്ചാൽ മതിയോ? എല്ലാവരും വിത്ത് കൊണ്ടുപോയിട്ട് പാകി കിളിർപ്പിക്കുമ്പോഴല്ലേ നമുക്കൊരു മനസ്സിനൊരു സുഖമുള്ളൂ. അപ്പോൾ അവിടെ നിന്നും കിട്ടി കുറച്ച് മുളക്. ഇനിയിപ്പം നമുക്ക് വെള്ളക്കാന്താരിയൊക്കെ നിൽപ്പുണ്ടാകും, പറിക്കുന്നില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ് ഇത്രേ ഉള്ളൂ. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.